ഹലോ, നന്ദിയുണ്ടേ. എന്തിനാന്നല്ലേ? എല്ലാത്തിനും നന്ദി. അത് മാത്രമല്ല പറയാൻ പറ്റുള്ളൂ. ഫ്രഞ്ച് എഡ്യൂക്കേറ്ററായ ഴാൻ ബാറ്റിസ്റ്റെ, സ്പെല്ലിംഗ് എഴുതുന്ന കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ, പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹം പറയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദി മെമ്മറി ഓഫ് ദി ഹാർട്ട്. ഹൃദയത്തിൻ്റെ ഒരു ഓർമ്മയാണ്. എല്ലാത്തിനോടും നന്ദി പറഞ്ഞല്ലേ പറ്റൂ. ഈ ഭൂമിയിൽ ജനിക്കാൻ നമുക്ക് അവസരം തന്നത് നമ്മുടെ മാതാപിതാക്കൾ. നമ്മളെ പൊന്നുപോലെ നോക്കിക്കൊണ്ട് ഒരു വളർത്തി വലുതാക്കിക്കൊണ്ട് വന്നില്ലേ, അവരോട് നമുക്ക് നന്ദി പറയണ്ടേ. ഒപ്പം വളർന്നു വന്ന സഹോദരങ്ങൾ നന്ദി പറയണ്ടേ. കളിക്കൂട്ടുകാരൻ മുതൽ ഇന്നു വരെയുള്ള ചങ്ങാതിമാർ നന്ദി പറയണ്ടേ. അക്ഷര വെളിച്ചം പറഞ്ഞ ഗുരുഭൂതര് നന്ദി പറയണ്ടേ. പനി പിടിച്ചും വലിയ അസുഖങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആശുപത്രി കിടക്കയിലേക്ക് പോയപ്പോൾ നമ്മളെ ശുശ്രൂഷിച്ച ഡോക്ടർമാരെ, നേഴ്സുമാരെ നന്ദി പറയണ്ടേ. നമ്മളെ പല രീതിയിൽ സഹായിച്ച ഒത്തിരിയധികം ആൾക്കാരുണ്ട്. എല്ലാവരോടും കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കിൽ പറയുന്നത് പോലെ ഒരു ഇമ്മണി വലിയ നന്ദി തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ മലയാളികൾക്കുള്ള പ്രശ്നം ഈ താങ്ക് യു അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയാറില്ല. നമ്മളെല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡാണ്. അപ്പം നമ്മുടെ ഉത്തരവാദിത്തമല്ലേ, എൻ്റെ സഹോദരങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ, അധ്യാപകർ പഠിപ്പിക്കണ്ടേ, ഡോക്ടേഴ്സ് ശുശ്രൂഷിക്കണ്ടേ, നിയമപാലകർ നിയമം നടപ്പിലാക്കണ്ടേ. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞുകൂടാ? അതൊക്കെ നമ്മുടെ ചോദ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ എല്ലാത്തിനും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. APJ അബ്ദുൽ കലാമിൻ്റെ ഒരു സെൻറ്റൻസ് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, യു cannot change your future, but you can change your habits, and surely your habits will change your future. നമുക്ക് പലപ്പോഴും നമ്മുടെ ഭാവി മാറ്റിമറിക്കാനൊന്നും പറ്റിയല്ല, പക്ഷെ നമ്മുടെ ശീലങ്ങൾ ചിലപ്പോൾ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. നമ്മുടെ ശീലങ്ങൾ മാറ്റുന്നതിലൂടെ നമ്മുടെ ഭാവി തന്നെ നമുക്ക് മാറ്റാൻ കഴിയുമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ കലാം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയം പറഞ്ഞാൽ ഇന്നു തൊട്ട് നമുക്കൊരു കാര്യം ചെയ്താലോ, ഒന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാലോ. കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന നന്മകൾക്ക് എപ്പോഴും ഒറ്റ കാര്യമുള്ളൂ, നന്ദി. എല്ലാത്തിനും നന്ദി, എല്ലാവരോടും നന്ദി. ജീവൻ തന്ന ദൈവത്തോട്, വളർത്തിയ മാതാപിതാക്കളോട്, എല്ലാവരോടും. കണ്ടുമുട്ടുന്ന പലരും നന്ദി അർഹിക്കുന്നുണ്ട്. അവരെ കണ്ടുപിടിച്ച് നന്ദി പറഞ്ഞു തുടങ്ങാം. അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മുടെ ശീലങ്ങളെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. സൈനിങ് ഓഫ്, സോജൻ.